നാടൻ കറികളുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇന്ന് നമുക്ക് വെള്ളരിക്ക കൊണ്ടൊരു മോരുകറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഒരു ചട്ടിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെക്കുക. അതിനുശേഷം ക്യൂബായിട്ട് അരിഞ്ഞ വെള്ളരിക്ക ചട്ടിയിലോട്ട് ഇടുക. അതിനുശേഷം 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് കണ്ടോ, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. ഒരു 2-3 മാസമായി കൊണ്ടുവന്നിട്ട്. കണ്ടോ, നല്ല പച്ച പൊടിയിരിക്കുന്നു. അതും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കറി നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കുക. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയാലോ. ഒരു അരമുറി തേങ്ങ, കുറച്ച് നല്ല ജീരകം, ഒരു പച്ചമുളക്, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. വെള്ളരിക്കയൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അതൊരു തവി വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒത്തിരി നന്നായിട്ട് ഉടയ്ക്കേണ്ട, ഇതുപോലെ ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. നല്ല കറിക്ക് നല്ല കൊഴുപ്പും കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമ്മൾ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ചെറു തീയിൽ നമ്മൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ഉപ്പ് ചേർക്കാൻ മറക്കരുതേ. ഇവിടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഉടച്ചു വെച്ച പുളിയില്ലാത്ത തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയ പുളി ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കറിക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ് ഇച്ചിരി പുളിയുള്ളത്. എനിക്ക് പുളിയുള്ളതാണ് പൊതുവേ ഇഷ്ടം. തൈര് ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. കറി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളച്ച് പോകാതെ നോക്കണേ. കറി താളിക്കാനായിട്ട് ചീനച്ചട്ടിയിൽ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2-3 വറ്റൽമുളക്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കറിക്കകത്തോട്ട് ചേർക്കുക. ഇത്രേ ഉള്ളൂ കറി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.